ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യം എന്ന നിലക്കാണ് വാർത്തകൾ വളരെ സജീവമായിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് മുമ്പാണ് ഈ പഹൽഗാമിന് തൊട്ട് അടുത്തുള്ള പ്രദേശം എന്ന് വെച്ചാൽ 35 കിലോമീറ്റർ അപ്പുറത്ത് ഭീകരരെ ഇന്ത്യൻ പട്ടാളം വളഞ്ഞു എന്നൊക്കെ പറഞ്ഞ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. ഇതെല്ലാം എനിക്ക് തോന്നുന്നത് വളരെ നൈമിഷികമായിട്ട് വരുന്ന വാർത്തകളാണ്. മാറും, കുറേ കഴിയുമ്പോൾ മാറാം. പക്ഷേ സ്ഥായിയായിട്ടൊരു വിഷയമുണ്ടല്ലോ ഇതിൽ. അതായത് ഇന്ത്യ പാകിസ്ഥാൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്. മുൻപത്തെ പോലെയല്ല ഇപ്പോഴത്തെ അവസ്ഥ. ഒരു അവസാനമുണ്ടാകണം എന്ന നിലക്കാണ് പൊതുവെ എനിക്ക് തോന്നുന്നത് സൈനിക കേന്ദ്രങ്ങളിലും അതുപോലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിലും തീരുമാനങ്ങളായി വരുന്നത്. എന്തെല്ലാം സാധ്യതകളാണ് ഇന്ത്യയുടെ മുന്നിലുള്ളത്, എന്തെല്ലാം വഴികൾ? ഇന്ത്യയുടെ മുമ്പിൽ 5 സാധ്യതകൾ ഉള്ളതായിട്ട് ഈ രാജ് ചെങ്കപ്പയെ പോലെ വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്ന ലേഖനങ്ങളൊക്കെ ഞാൻ വായിക്കുന്നതാണ്. രാജ് ചെങ്കപ്പയെ പോലുള്ള പ്രതിരോധ വിദഗ്ധർ, ഈ പ്രതിരോധ കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്തിരുന്ന മാധ്യമപ്രവർത്തകർ, അത്തരം ആളുകളൊക്കെ പറയുന്നതിൽ നിന്നാണ് 5 കാര്യങ്ങൾ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത്. അതിൽ ഓരോ കാര്യത്തിനും അതിൻ്റേതായ പ്രത്യാഘാതങ്ങളും ഉണ്ടാവും. കാരണം നമ്മളൊരു കാര്യം ചെയ്യുന്നു, പാകിസ്ഥാൻ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതും കൂടി നമ്മൾ കണക്കാക്കണമല്ലോ. പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറയുന്നത് പോലെ നമ്മൾ എന്തെങ്കിലും ചെയ്യും, അവരെന്ത് ചെയ്യും എന്നും കൂടി നോക്കിയിട്ട് വേണ്ടി വരും ഇത് കൈകാര്യം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് വ്യോമാക്രമണം. 2019 നമ്മൾ വ്യോമാക്രമണം നടത്തി. അത് 12 മിറാഷ് ജെറ്റുകൾ ആണ് വ്യോമാക്രമണത്തിൽ പങ്കെടുത്തത്. പാകിസ്ഥാൻ വ്യോമസേനയെ പറ്റിച്ച്, വ്യോമസേന അറിഞ്ഞില്ല നമ്മുടെ ആക്രമണം നടത്താൻ പോകുന്നു എന്നുള്ളത്. അതാണ് ഈ പറ്റിച്ച് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാൻ വ്യോമസേന അറിയാതെ നമ്മൾ ബാലക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് താവളം ക്യാമ്പ് നമ്മൾ ആക്രമിച്ചു. അപ്പോൾ ഈ ബാലക്കോട്ട് എന്ന് പറയുന്ന സ്ഥലം ഖൈബർ പക്തൂൺഖ്വയിലാണ്. അപ്പോൾ ഖൈബർ പക്തൂൺഖ്വ എന്ന് പറയുന്ന സ്ഥലം പാകിസ്ഥാൻ്റെ കയ്യിലാണെന്നൊക്കെ പറയാമെങ്കിലും അവിടെ അവർ വലിയ ഭീഷണി നേരിടുന്ന പ്രവിശ്യയാണ് ഖൈബർ പക്തൂൺഖ്വ. കാരണം അവിടെയുള്ള ജനതയ്ക്ക് പാകിസ്ഥാനിനെ വേണ്ട, അവർക്ക് സ്വതന്ത്രമായ, അവർക്ക് സ്വയംഭരണം അവിടെ ആവശ്യമുണ്ട്. അവരുടെ ധാരാളം നേതാക്കളെ പാകിസ്ഥാൻ കൊന്നൊടുക്കിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊരു സ്വതന്ത്ര പ്രവിശ്യയായിട്ട് മാറണം എന്നുള്ള അതുമായി ബന്ധപ്പെട്ട സമരങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഖൈബർ പക്തൂൺഖ്വയിലെ ബാലക്കോട്ടിലാണ് അന്ന് നമ്മൾ കയറി അടിച്ചത്. അപ്പോൾ അവിടെ അവർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാത്ത സ്ഥലമാണ് ഈ ബാലക്കോട്ട്, ഖൈബർ പക്തൂൺഖ്വയിലെ അന്ന് നമ്മൾ അടിച്ച സ്ഥലം. അപ്പോൾ ജമ്മു കാശ്മീരിൽ ഇങ്ങനെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ജമ്മു കാശ്മീരിൽ പ്രത്യാക്രമണം നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വ്യോമസേനയുടെ റഫാൽ പോർവിമാനങ്ങൾക്ക് മൾട്ടി റോൾ പല കാര്യങ്ങൾ ചെയ്യാവുന്ന ഭിന്ന ദൗത്യങ്ങൾ വഹിക്കാവുന്നതാണ് ഈ റഫാൽ വിമാനങ്ങൾ. ആ റഫാൽ വിമാനങ്ങൾക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ലഷ്കർ എ തബയുടെ ആസ്ഥാനം തകർത്ത് കളയുക എന്നുള്ളതാണ്. ബോംബിട്ട് തകർക്കുക. ലഷ്കർ എ തബയുടെ ആസ്ഥാനം ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മുറിദ് കെ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഈ മുറിദ് കെ എന്ന് പറയുന്നത് പാകിസ്ഥാൻ്റെ പഞ്ചാബ് ഉണ്ടല്ലോ, ആ പഞ്ചാബിലെ ഷെയ്ഖ്പുര എന്ന് പറഞ്ഞ പ്രവിശ്യയിലാണ് ഈ മുറിദ് കെയിലെ ലഷ്കർ എ തൈബ ഹെഡ് ക്വാർട്ടേഴ്സ് ഉള്ളത്. അത് തകർക്കുക എന്നുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഒന്നാമത്തെ വഴി എന്ന് പറയുന്നത് ഈ ഭീകരപ്രസ്ഥാനത്തിൻ്റെ കേന്ദ്രം അടിച്ച് തകർക്കുക എന്നുള്ളത്. അങ്ങനെ നമ്മളിത് പ്രതീക്ഷിക്കുന്നുണ്ട്, നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇത് സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ കരുതിയിരിക്കുന്ന ഒരു സംഭവം ആയിരിക്കില്ലേ? അതെ. പാകിസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു വിലയിരുത്തലായിട്ട് പറയുന്നത്, പാകിസ്ഥാൻ
പഹൽഗാം കഴിഞ്ഞിട്ട്, ആക്രമണം കഴിഞ്ഞിട്ട് അവരുടെ വിമാനങ്ങൾ ലഹോർ വ്യോമതാവളത്തിൽ നിന്ന് റാവൽപിണ്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ നിരീക്ഷണ വിമാനങ്ങൾ ഇന്ത്യയെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ വിമാനങ്ങളൊക്കെ പറന്ന് പൊങ്ങുന്നതൊക്കെ അവർക്ക് അറിയാൻ കഴിയും. ആ സമയത്ത് അവരുടെ കയ്യിൽ അതിന് പറ്റിയ മിസൈൽ കാര്യങ്ങളുമൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഇടപെടൽ കൂടി കണ്ടിട്ടാണ് നമ്മളിത് ചെയ്യേണ്ടത്. അതിൻ്റെ കാലം, സമയം. അത് മാത്രമല്ല, അവരെ കബളിപ്പിച്ച് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്വേഷണം, ഇതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ നേരിട്ട് പോയി ഇതൊക്കെ ചെയ്ത് വിജയിക്കൽ അത്ര എളുപ്പമല്ല പുതിയ കാലത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആയുധ സജ്ജീകരണം എന്ന് പറയുന്നത് ഒരു പരിധിവരെ രണ്ടുപേർക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് പല പരിപാടികളുണ്ട്. അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ളത്. വേറൊരു സ്ഥലത്ത് ചെറിയ അവർ നടത്തിയിട്ട് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങോട്ട് കയറുക എന്നുള്ള പരിപാടി, അതൊക്കെ പട്ടാളത്തിന് നല്ല നിശ്ചയമായിരിക്കുമല്ലോ. പക്ഷേ ഈ വിദഗ്ധർ പറയുന്നത് അനുസരിച്ച് നമുക്ക് മനസ്സിലാകുന്നത് ലഷ്കർ-ഇ-തയ്ബയുടെ ആസ്ഥാനം നമ്മുടെ ഒന്നാമത്തെ ലക്ഷ്യങ്ങളിലൊന്നാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കാരണം ഈ ഇടക്കിടക്ക് ഭീകരവാദികൾക്ക് കടന്നു വന്ന് നമ്മളുടെ പ്രദേശത്ത് ആക്രമിച്ച് നമ്മുടെ ആളുകളെ കൊല്ലുന്ന ഒരു സമീപനം അവസാനിപ്പിക്കണമെങ്കിൽ തിരിച്ചടി മാത്രമല്ല, അതിൻ്റെ വേര് തന്നെ തീർക്കണം. വേര് തീർക്കണമെങ്കിൽ അവരുടെ ഈ ആസ്ഥാനം ബോംബ് വെച്ച് തകർക്കൽ മാത്രമാണ്, ബോംബാർഡ്. അതെ. രണ്ടാമത്തത് മിസൈൽ ആക്രമണം. ഭീകരതാവളങ്ങളെ, പാകിസ്ഥാനിലെ POKയിലും മറ്റുമുള്ള ഭീകരതാവളങ്ങളെ നമ്മൾ സർഫസ് ടു സർഫസ് ലഘുദൂര മിസൈലുകൾ കൊണ്ട് ആക്രമിക്കുക. ലഘുദൂര മിസൈലുകൾ കരയിൽ നിന്ന് കരയിലേക്ക് അയക്കുന്ന മിസൈലുകൾ കൊണ്ട്, പൃഥ്വി, പ്രളയ്, ശൗര്യ മിസൈലുകൾ നമ്മുടെ കയ്യിലുണ്ട് അങ്ങനെ തകർക്കാവുന്നത്. അതിപ്പോൾ ആരോടും ചോദിക്കുക, അതറിയാനൊന്നും പോകുന്നില്ല, ആരോടും ചോദിക്കുകയും വേണ്ട. അത് നമുക്ക് കൈകാര്യം ചെയ്യാവുന്നതേ ഉള്ളൂ. കരയിൽ നിന്ന് കരയിലേക്കുള്ളതാണ് എന്ന് പറഞ്ഞാൽ വിമാനവാഹിനികളിൽ നിന്നോ അല്ല. ഇത് നമ്മൾ പ്രയോഗിക്കുന്നതിൽ നമുക്ക് അതിൻ്റെ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു ദുർബലമായ വശം എന്തായിരിക്കും അതിനകത്ത്. ഇത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മളത് ചെയ്യാതെ ഇരിക്കുന്നതിന് കാരണം അതിനെന്തെങ്കിലുമൊക്കെ ഒരു ലിമിറ്റേഷൻ. പാകിസ്ഥാൻ്റെ ഭീകര താവളങ്ങൾ ഇപ്പോൾ അവർ ഈ നമ്മുടെ ബാലക്കോട്ട് ആക്രമണത്തിന് ശേഷം അവർ ഭീകരരുടെ താവളങ്ങൾ പട്ടാള യൂണിറ്റുകളുടെ അടുത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ആക്രമിക്കുമ്പോൾ ഒരു പട്ടാള യൂണിറ്റിനെ കൂടി ആക്രമിക്കുന്നത് പോലെയാണ് വരിക. ഒരു പാകിസ്ഥാൻ ആർമി യൂണിറ്റിൽ ഇന്ത്യൻ മിസൈല് ചെന്ന് കൊണ്ട് കഴിഞ്ഞാൽ അതുകൊണ്ട് വലിയ സന്നാഹം ഉണ്ടാവും. അതാണ് പ്രത്യാഘാതമായിട്ട് വരിക. ഒരു വലിയ പട്ടാള സന്നാഹം അതുകൊണ്ട് രൂപപ്പെടും. ഒരു മിസൈൽ ചെന്നൊരു സ്ഥലത്ത് തറച്ചു കഴിഞ്ഞാൽ വലിയൊരു പട്ടാള സന്നാഹം വേറൊരു സ്ഥലത്ത് അടിക്കാനായിട്ട് അവരുണ്ടാക്കും. പാകിസ്ഥാനാണെങ്കിൽ ആണവ സ്ഫോടകങ്ങൾ, പേലോഡ് എന്ന് പറയില്ലേ, അത് വയ്ക്കാവുന്ന മിസൈലുകൾ അവർക്കുണ്ട്. അപ്പം നമ്മൾ ലഘുദൂര മിസൈൽ അയച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ബാലിസ്റ്റിക് മിസൈൽ അയക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യാഘാതമൊക്കെ ആയിട്ട്. അല്ല, ഈ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് ഭൂഖണ്ഡാന്തര മിസൈലിന് സമാനമായിട്ടുള്ള 2000 കിലോമീറ്റർ റേഞ്ചൊക്കെ വരും. 1500 എന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ കൊച്ചിയിലൊക്കെ വരാം. ഇതാണ് ഈ പറയുന്നത്. അതായത് അതിൻ്റെ പ്രത്യാഘാതം നമ്മുടെ ഏത് വശത്താണ് സംഭവിക്കണമെന്ന് പറയാൻ പറ്റില്ല. അതാണ് നമ്മളെ അതിൽ നിന്ന് പിടിച്ചിർത്തുന്നതെന്നാണ് വിചാരിക്കേണ്ടത്. കാരണം അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തിക്കഴിഞ്ഞാൽ, കാരണം കൈവിട്ട് കഴിഞ്ഞാൽ എന്തും ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഭ്രാന്തിൻ്റെ പിന്നിലുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങനെ സംഭവിച്ചാൽ ഇന്ത്യക്ക് ചിലപ്പോൾ, ഇന്ത്യക്കെന്ന് വെച്ചാൽ ഇന്ത്യൻ സിവിലിയൻസിന്, പട്ടാളത്തിന് ചിലപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, അവർക്ക് കൂടുതൽ ദുരന്തം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മളുടെ ഒരു പരിമിതി അതിനകത്തല്ലേ. മൂന്നാമത്തത് അത് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വ്യോമാക്രമണം, മിസൈൽ ആക്രമണം, ഇത് പരിമിത സാധനങ്ങളാണല്ലോ, ഒറ്റയ്ക്കുള്ളത്. ഒരു സമ്പൂർണ്ണ യുദ്ധമാവുമ്പോൾ അങ്ങനെയല്ലല്ലോ. ഒരു വശത്തൊന്നും മറുവശത്ത് വേറൊന്നൊക്കെ ആയിട്ട് നടക്കുക. സിന്ധു നദിയിലെ വെള്ളമൊഴുക്ക് തടയൽ അതേതായാലും സമ്പൂർണ്ണ യുദ്ധത്തിൽ നടക്കും. കാരണം നമുക്ക് താൽക്കാലിക ബരാജുകൾ വെച്ചിട്ടേ വെള്ളം തടയാൻ പറ്റും. അങ്ങോട്ട് പോകുന്ന വരൾച്ചയൊക്കെ ഉണ്ടാക്കാൻ പറ്റും. കനാൽ പണിയാം, ഡാമുകൾ പണിയാം.
ഇതൊക്കെ പട്ടാളത്തിന് താൽക്കാലികമായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പഞ്ചാബും സിന്ധും കിടുങ്ങിപ്പോവും നമ്മളത് ചെയ്തു കഴിഞ്ഞാൽ, 2 പ്രവിശ്യകൾ. അപ്പോൾ 2 പ്രവിശ്യകളിലെ ജനം പാകിസ്ഥാൻ പട്ടാളത്തിനെതിരെ തിരിയുന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ നമ്മൾ ഈ സിന്ധു വെള്ളമൊഴുക്ക് തടഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അതൊരു ആക്ട് ഓഫ് വാർ ആയിട്ട് മാറും. നമ്മൾ ഈ പരിമിതമായ യുദ്ധത്തിൻ്റെ കാര്യങ്ങളാണ് ഈ പറഞ്ഞു പോകുന്നത്. സമ്പൂർണ്ണ യുദ്ധമായിട്ട് ഇതിലേതും മാറും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രത്യാഘാതം. പിന്നെ വലിയ യുദ്ധമാണല്ലോ, അതിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കേണ്ടത്. പിന്നെ 4-മത്തത് സർജിക്കൽ സ്ട്രൈക്ക്. നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സുകൾ, കമാൻഡോ യൂണിറ്റുകൾ LOC കടന്നിട്ട്, നിയന്ത്രണ രേഖ കടന്നിട്ട് അപ്പുറത്തേക്ക് പോയിട്ട് ചെറിയ ദൗത്യം സാധിച്ചിട്ട് തിരിച്ചു വരുന്ന പരിപാടി. ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ തൈബ ക്യാമ്പുകളൊക്കെ ആക്രമിക്കുക. 2016 സെപ്റ്റംബറിൽ യൂറി ആക്രമണത്തിന് ശേഷം നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു. 150 പാകിസ്ഥാൻ മറ്റേ ഭീകരന്മാരെ നമ്മൾ തീർത്തിരുന്നു അന്നത്തെ ആക്രമണത്തിൽ, യൂറിക്ക് ശേഷം. അപ്പോൾ സർജിക്കൽ സ്ട്രൈക്കും വ്യോമാക്രമണവും ഒന്നിച്ച് വേണം നടത്താൻ. കാരണം സർജിക്കൽ സ്ട്രൈക്കിന് ആളുകൾ പോകുമ്പോൾ വ്യോമ പ്രതിരോധത്തിന് മുകളിൽ വിമാനങ്ങളും കൂടി വേണ്ടി വരും. അപ്പോൾ അതൊരു വളരെ ലിമിറ്റഡ് ആയിട്ടുള്ളൊരു സാധനമാണ് സർജിക്കൽ സ്ട്രൈക്ക്. അതിൻ്റെ അപ്പുറത്തേക്ക് പോകുന്ന ആശയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. 5-മത്തത് നയതന്ത്ര സമ്മർദ്ദം ആണ് ഈ വിദഗ്ധർ പറയുന്നത്. ആഗോള ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് FATF എന്ന് പറഞ്ഞൊന്നുണ്ട്. അതിൻ്റെ ഗ്രേ ലിസ്റ്റിൽ പാകിസ്ഥാൻ 3 തവണ വന്നിട്ടുണ്ട്. 2018, 2022 അവസാനം വന്നത്. ഇപ്പോൾ IMFൻ്റെ വായ്പയിൽ ആണ് നിന്ന് പോകുന്നത് പാകിസ്ഥാൻ. ഒരു തവണ കൂടി FATF വന്നാൽ, ഗ്രേ ലിസ്റ്റിൽ, അതായത് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് എന്നൊരു രാജ്യാന്തര സംവിധാനമുണ്ട്. അതിലൊരു തവണ കൂടി പാകിസ്ഥാൻ വന്നാൽ പാകിസ്ഥാൻ്റെ ആപ്പീസ് പൊട്ടിപ്പോകുന്ന വിദഗ്ധർ പറയുന്നുണ്ട്. സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കം അതാണ് പ്രധാനപ്പെട്ടത്. അങ്ങനെ. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ ഒരു നയതന്ത്ര മാർഗമാണ് നോക്കുന്നതെന്ന് സേനാ മേധാവികളെ കണ്ടിട്ട് നമുക്ക് തോന്നുന്നില്ല, മോദി കണ്ട ശേഷം തോന്നുന്നില്ല. അപ്പോൾ സകല രാജ്യങ്ങളും ഇപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ഇന്ത്യൻ നേവിക്ക് വേണമെങ്കിൽ പാകിസ്ഥാൻ്റെ തുറമുഖങ്ങളെ ഉപരോധിക്കാം, ബ്ലോക്കേഡ്സ്, അങ്ങനെയൊക്കെ വരാം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന് മുമ്പ്. അങ്ങനെ ബ്ലോക്കേഡ്സ് വന്നാലും ഉപരോധിച്ചാലും ഇത് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകും. അപ്പോൾ വിദഗ്ധന്മാർ പറഞ്ഞ 5 കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോഴും അതിൽ ഓരോ കാര്യവും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകും, അല്ലേ? യുദ്ധമാണ് ആത്യന്തികമായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളത്. പക്ഷേ ഇതിനിടയ്ക്ക് സംഭാഷണങ്ങളുടെ ഒരു സ്പേസ് വേറെ കിടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിന് മുട്ടുക, പിന്നെ സംഭാഷണം നടത്തുക, എങ്ങനെയായാലും സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനായിട്ടായിരിക്കും നയതന്ത്രജ്ഞരുടെ. നമ്മൾ പക്ഷെ ഒരു ആക്ഷന് മുമ്പുള്ളൊരു സംഭാഷണം പാകിസ്ഥാനുമായിട്ട് ആലോചിക്കുന്നില്ല. ഇല്ല, ഉണ്ടാവില്ല എന്തായാലും. അല്ല, സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാൻ സംഭാഷണം സഹായിക്കില്ല. ഒരാക്ഷൻ അവിടെ അടിക്കുക, ഇവിടെ അടിക്കുക, എന്തെങ്കിലുമൊക്കെ ചെയ്തതിന് ശേഷം സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടിക്കാം. ഇസ്രായേൽ ചെയ്യാറുണ്ട്. അങ്ങനെ ആയിരിക്കും മിക്കവാറും ഈ പുതിയ കാലത്തിൻ്റെ രീതികൾ അതൊക്കെയാണ്. അപ്പോൾ ആ സാധ്യതകളിലേക്ക് കൂടുതൽ പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.